ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഡാറ്റീവ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചു എന്താണ് ഡാറ്റീവ്, എന്താണ് ഡാറ്റീവ് ആർട്ടിക്കിൾ, എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പൊ നോമിനാറ്റീവ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് ഓഫ് എ സെന്റൻസ്, അക്യൂസേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒബ്ജക്ട് ഓഫ് സെന്റൻസ്. ഇപ്പൊ ഡാറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ഒബ്ജക്ട് ഓഫ് സെന്റൻസ്. ഞാൻ ആർക്ക് എന്ത് കൊടുത്തു, ആർക്ക് കൊടുത്തു? ഞാൻ എൻ്റെ സുഹൃത്തിന് ഒരു സമ്മാനം കൊടുത്തു. ആർക്ക് കൊടുത്തു എന്ന ചോദ്യത്തിനാണ് ഉത്തരം കിട്ടുമ്പോഴാണ് അതിന് ഡാറ്റീവ് എന്ന് പറയുന്നത്. എന്ത് കൊടുത്തു എന്ന് കൊടുക്കുമ്പോൾ ആർക്ക് എന്ത് കൊടുത്തു പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അക്യൂസേറ്റീവ് വരും. പക്ഷെ ആർക്ക് കൊടുത്തു, യെസ്, ഹിയർ നൗ. മലയാളം ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇൻഡയറക്റ്റ്, ഡയറക്റ്റ് ഒബ്ജക്ട്, ഇൻഡയറക്റ്റ് ഒബ്ജക്ട് വളരെ കുറച്ചുകൂടി ബെറ്റർ ആണ്. പക്ഷെ പരോക്ഷ കർമ്മം എന്ന് പറയുമ്പോഴത്തേക്കും കാര്യമായിട്ട് ഭയങ്കര വലിയ വലിയ വാക്കാണ്. അതുകൊണ്ട് പരോക്ഷ കർമ്മം ഒന്ന് പഠിക്കേണ്ട, ഇൻഡയറക്റ്റ് ഓബ്ജക്ട് എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ആർക്ക് കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ തന്നെ ഈഷ് എന്ന് പറയുമ്പോഴത്തേക്കും, ഈഷ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ, മിയർ എന്ന് പറഞ്ഞാൽ എനിക്ക്, ദു എന്ന് പറഞ്ഞാൽ ഡിയർ. ഓക്കെ, ദു എന്ന് പറഞ്ഞാല് നീ, ഡിയർ എന്ന് പറഞ്ഞാൽ നിനക്ക്. ഓക്കെ, എർ എന്ന് പറഞ്ഞാല് അവൻ, അവന്. ഓക്കെ, ഇത് ഷോർട്ട് ആണ്, പഠിക്കാം. നോമിനാറ്റീവില് ഈഷാണ്. ഈഷ് എപ്പോഴും മിയർ ആവും, മിയർ. മിയർ എന്ന് വരില്ല, മിയർ. ഓക്കെ, ഇഷ്മിയർ, ദു ഡിയർ. അപ്പൊ എനിക്ക്, നിനക്ക്. എർ ഈം, എർ മീൻസ് അവൻ, അവന്. സി അവൾ, അവൾക്ക്. അപ്പൊ സി വരുന്ന ഇയർ ആണ്, ഇയർ. ഓക്കെ, മിയർ, ഡിയർ, ഈം, ഇയർ. എസിനും ഈം തന്നെയാണ്. അപ്പം എറിനും അവനും അതിനും ഈമാണ്. ഈം എന്ന് പറഞ്ഞാൽ അതിനുണ്ട്, അവനും ഉണ്ട്. വിയർ എന്ന് പറഞ്ഞാൽ ഉൻസ്, ഞങ്ങൾക്ക്. ഇയർ മീൻസ് ഓയ്ക്ക് അല്ലെങ്കിൽ ഓയിഷ്, നിങ്ങൾക്ക്. സി, സി ദേ. ഓക്കെ, അവർ. സി എന്ന് പറഞ്ഞാൽ ഈനൻ, അവർക്ക്. പിന്നെ സി ഫോർമൽ, അതും ഈനൻ തന്നെയാണ്, താങ്കൾക്ക്. ഓക്കെ, താങ്കൾക്ക്. അപ്പോൾ മിയർ, ഡിയർ, ഈം, ഇയർ, ഈം, ഉൻസ്, ഓയ്ക്ക്, ഈനൻ, ഉൻ, ഈനൻ. ഓക്കെ, എനിക്ക്, നിനക്ക്, അവന്, അവൾക്ക്, അതിന്, നമ്മൾക്ക് എല്ലാവർക്കും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി തീരും? ഡാറ്റീവ് ആയി തീരും. ആർക്ക് കൊടുക്കുന്നു? വിൽ സീ ദിസ് തിങ്സ് ഇൻ ഡീറ്റെയിൽ. ഫോർ എക്സാമ്പിൾ, മിയർ, എനിക്ക്. എനിക്ക് എന്ത് കിട്ടി? എനിക്ക് പണി കിട്ടാതിരിക്കാൻ നോക്കണം. ഓക്കെ, മൈൻ ഫാദർ സെന്റ് മിയർ ഐൻ ഫാറാട്ട്. എന്റെ അച്ഛൻ എനിക്ക് ഒരു സൈക്കിൾ വാങ്ങി തരുന്നു. ഫാറാട്ട് മീൻസ് സൈക്കിൾ. സെങ്കൻ മീൻസ് ഓക്കെ സെന്റ്. ഓക്കെ, ഓ ടു ഗീവ്. ഓക്കെ, എനിക്ക് ഒരു ഫാറാട്ട് തരുന്നു, എനിക്ക് സൈക്കിൾ തരുന്നു. ഓക്കെ, അത് മിയർ, എനിക്ക്. ഇനി ഡിയർ, നിനക്ക്. നിനക്ക് എന്തെങ്കിലും ഞാൻ തരാണല്ലോ, അത് നിനക്ക് എന്ത് തരും? ഈ ഷൈബെ ഡിയർ ഐനൻ ബ്രീഫ്. ഞാൻ നിനക്കൊരു കത്ത് എഴുതരാം. ലവ് ലെറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു കത്ത് എഴുതരാം. വിഷമമൊന്നും വിചാരിക്കരുത്, നല്ല കത്തായിരിക്കാം. ഓക്കെ, ഈ ഷൈബെ ഡിയർ ഐനൻ ബ്രീഫ്. ഈം, അവന്, അതിന്. നമുക്ക് അവൻ എന്ത് കൊടുക്കാൻ പറ്റും? അവൻ വേണ്ടിയിട്ട് പണി കൊടുക്കാം, അല്ലെങ്കിൽ ദി ലേറിൻ എർക്ലേഡ് ഈം ദി ഔഫ്ഗാബെ. ഓക്കെ, അപ്പം പഠിപ്പിച്ച് മനസ്സിലായില്ല, അതുകൊണ്ട് ലേഖ അധ്യാപകൻ എന്ത് ചെയ്തു? അവന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എർക്ലേഡ് ഈം, എർക്ലേഡ് ഈം. എർക്ലേഡ് മീൻസ് എക്സ്പ്ലെയിൻ. ഓക്കെ, എർക്ലേഡ് ഈം ദി ഔഫ്ഗാബെ. ഇനി അവൾക്കും എന്തെങ്കിലും കൊടുക്കണം. അവൾക്ക് എന്ത് കൊടുക്കണം? ഈ സൈഗെ ഇയർ ദസ് ബിൽഡ്. ഒരു പഴം എടുത്ത് അവളെ കാണിച്ചു കൊടുത്തു. ഈ സൈഗെ. ഓക്കെ, സൈഗെ ഇയർ ദസ് ബിൽഡ്. ഇയർ എന്ന് പറഞ്ഞാൽ അവൾ, അവൾക്ക്. നമുക്ക് എന്ത് വേണം? ഞങ്ങൾക്ക് എന്ത് വേണം? ദ ഷെഫ് ഗിഫ്റ്റ് uns einen Tag frei. ഓക്കെ, എന്ത് ചെയ്തു? നമ്മുടെ ബോസ് എന്ത് ചെയ്തു? einen Tag frei തന്നു. ആർക്ക് തന്നു? uns. ഓക്കെ, ദ ഷെഫ് ഗിഫ്റ്റ് uns. ഓക്കെ, einen Tag frei. Frei means free. ഓക്കെ, ഹോളിഡേ തരുന്നു. ഓക്കെ, മേധാവി ഞങ്ങൾക്ക് ഒരു ദിവസം അവധി തരുന്നു. Now, euch, നിങ്ങൾക്ക് എന്ത് തരണം? നിങ്ങൾക്ക് ഈ ഷെർസേലെ ഓയ്ക്ക് eine Geschichte. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം, കേൾക്കണോ? യെസ്, ich erzähle. Erzähle means explain. euch eine Geschichte. Geschichte means story, അല്ലെങ്കിൽ കഥ. ഈനൻ, അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. എന്ത് കൊടുക്കണം? Der Lehrer hilft
Ihnen by then Hausaufgaben means homework. Okay, അപ്പോൾ അധ്യാപകൻ അവർക്ക് ഹോംവർക്ക് ചെയ്യുവാൻ സഹായിക്കുന്നു, അവരെ സഹായിക്കുന്നു. ഓക്കെ, അധ്യാപകർ എപ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, then I will help you out. Okay, ich helfe Ihnen. The Lehrer hilft Ihnen by den Hausaufgaben. ഇനി താങ്കൾക്ക്, ഓക്കെ, താങ്കൾക്ക് എന്നുള്ള റെസ്പെക്ടോട് പറയുന്ന Ihnen എന്ന് kann ich Ihnen helfen? Kann ich Ihnen helfen? എനിക്ക് താങ്കൾ ഹെൽപ്പ് സഹായിക്കാമോ? ഓക്കെ, അല്ലെങ്കിൽ ഞാൻ താങ്കൾ ഹെൽപ്പ് ചെയ്യട്ടെ എന്നുള്ള Ihnen. യെസ്, ഞാൻ നന്ദി പറയാമോ നിങ്ങൾക്ക്? വെരി ഗുഡ്, I'm thanking you. Very good. So that was all about dative personal pronomen. Okay, dir, ihr, mir, uns, euch, ihnen. Bye.